ഹലോ, ഹൗ ആർ യു ഓൾ? നമ്മളിപ്പോൾ എപ്പിസോഡ് 11 വരെ ശ്രദ്ധിച്ചല്ലോ എല്ലാവരും ഇല്ലേ? കുറച്ച് പേരോടെയൊക്കെ നിങ്ങളന്ന് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. നിങ്ങളിതിനകത്തുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ കുറച്ച് പേർക്കൂടെയൊക്കെ അയച്ചു കൊടുത്ത് അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വലിയൊരു കാര്യമായിരിക്കും കേട്ടോ. ഇറ്റ് വുഡ് ബി നൈസ് ദാറ്റ് ഇഫ് യു ക്യാൻ സപ്പോർട്ട് മീ ആൻഡ് ടെൽ യുവർ friends to subscribe. Those who have not subscribed, please subscribe and support me so that I will be motivated to take classes. Okay, I'm not taking any money from you or any reward, anything like that. You can just help me like that so that many will be able to study this. ഇത് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ കാണും. പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു നല്ല ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ല പിന്നെ എനിക്ക് ഒരു മോട്ടിവേഷൻ ഇല്ല, പിന്നീട് ഞാനും അത് അങ്ങ് നിർത്തിക്കളയുള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെ പലരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒത്തിരി നിങ്ങളുടെ കൂട്ടുകാർ ഫ്രണ്ട്സൊക്കെ കാണും. അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ അറിയുന്ന പലരും കാണും. അവർക്കൊക്കെ അയച്ചു കൊടുക്കുക, അവരോട് പറയുക നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലിസൺ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്കും ഒരു ഐഡിയ കിട്ടും. കാരണം ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൊഫഷനാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും പെയിൻ എടുത്ത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഐ ഹോപ്പ് ദാറ്റ് യു വിൽ കോപ്പറേറ്റ് വിത്ത് മീ. നൗ ടുഡേ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിസർവേഷനെ കുറിച്ചാണ്. നമ്മൾ ഫ്രണ്ട് ഓഫീസിൻ്റെ പല സെക്ഷനെ കുറിച്ച് സംസാരിച്ചു. നമ്മളിപ്പോൾ ഓൾറെഡി ബെൽ ഡെസ്കിനെ കുറിച്ച് കണ്ടു, കോൺസിയർഷിനെ കുറിച്ച് കണ്ടു. ഇനിയുള്ളത് റിസർവേഷൻ ആണ് അടുത്തത്. ഇനിയുണ്ട്, സെക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർവേഷൻസ് കുറിച്ചാണ് കേട്ടോ. അപ്പം ഈ റിസർവേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു ഹോട്ടലിൻ്റെ ബിസിനസ് തന്നെ ഈ റിസർവേഷനെ ആശ്രയിച്ചായിരിക്കുന്നത്. ഈ റിസർവേഷൻ ആ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ആ സെക്ഷൻ അവരെത്ര ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്യുന്നു, അത്രയും നന്നായിട്ട് ആ ഹോട്ടൽ പിന്നെ അവർക്ക് ബിസിനസ് കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പം നല്ല നല്ല ഹോട്ടൽസിൽ വേറെ സിസ്റ്റങ്ങളുണ്ട് കേട്ടോ. ഇപ്പം സെൻട്രൽ റിസർവേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്. CRS എന്നാണ് പറയുന്നത് എളുപ്പത്തിന്. അതിൻ്റെ ഷോർട്ട് ഫോം അതാ CRS, സെൻട്രൽ റിസർവേഷൻ സിസ്റ്റം. അപ്പോൾ വലിയ സെൻട്രൽ റിസർവേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഒരു ഹോട്ടലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് CRS ചേരാൻ പറ്റും. ഇപ്പോൾ ഒരു ടാജ് ഗ്രൂപ്പ്, ഒരു ടാജ് ഗ്രൂപ്പ് പോലെയുള്ള ഒരു ഗ്രൂപ്പിന് ഉദാഹരണത്തിന് അവർ ഒത്തിരി ഹോട്ടൽസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എടുത്തോ, ഹിൽട്ടണോ അല്ലെങ്കിൽ ഷെറട്ടണോ വേറെ ഏതെങ്കിലും. അപ്പോൾ അവർക്കൊക്കെ സ്വന്തമായിട്ടൊരു CRS തന്നെ ഉണ്ട്, സെൻട്രൽ റിസർവേഷൻ സിസ്റ്റം ഉണ്ട്. അപ്പോൾ എളുപ്പമുണ്ട് അതങ്ങനെ റൂം. ഇപ്പോൾ അവർക്ക് എവിടെ വേണമെങ്കിലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും റൂം ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് സെൻട്രൽ റിസർവേഷനിൽ കൂടി എനിക്കിപ്പോൾ ഇംഗ്ലണ്ടിലൊരു റൂം വേണമെങ്കിൽ, അല്ലെങ്കിൽ ജർമ്മനിലൊരു റൂം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്രാൻസിലൊരു റൂം വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ USA റൂം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ നിങ്ങളത് ഈ പഠിക്കുന്നവരത് ഒന്ന് മനസ്സിലാക്കിയേ കൊള്ളായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് വാസ്തവത്തിൽ റിസർവേഷൻ എന്ന് പറയുന്നത്? റിസർവേഷൻ മുൻകൂട്ടി റൂം ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ. ഉദാഹരണത്തിന് എനിക്കൊരു സ്ഥലത്തേക്ക് പോകണം. ഞാൻ ചുമ്മാ ഒരു ഹോട്ടലിലോട്ട് കയറി ചെന്നിട്ട് റൂമുണ്ടോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത്, കാരണം അത് ഗ്യാരണ്ടി ആയിട്ട് അവിടെ റൂമൊന്നും കാണണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ റിസർവ് ചെയ്തിട്ട് തന്നെ പോവുകയാണെങ്കിൽ നമ്മളുടെ ആ റിസർവേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം അതുകൊണ്ട് ആണ് ഞാനിത് പ്രത്യേകമായിട്ട് പറയുന്നത്. ഇപ്പോൾ റിസർവേഷൻ സെക്ഷനിൽ തന്നെ ആരൊക്കെയാണ് ഉള്ളത്? അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയാൻ ആരൊക്കെയാണ് ഉള്ളത്? അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയാനായിട്ടുള്ളത് റിസർവേഷൻ മാനേജറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വേറെ റിസർവേഷൻ അസിസ്റ്റൻസ് ഉണ്ട്. പൊതുവേ അത് ലേഡീസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ലേഡീസ് അല്ലാതെ ഉണ്ട് കേട്ടോ. റിസർവേഷൻ മാനേജർ പ്ലസ് റിസർവേഷൻ അസിസ്റ്റൻസ് തേർ, അവരാണ് ഈ റൂം റിസർവേഷൻസ് എടുക്കുന്നത്. അപ്പം അവർക്ക് ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്. ഈ കമ്പ്യൂട്ടറൊക്കെ ഉള്ളതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്കിപ്പോൾ 400 റൂമുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇപ്പോൾ എത്ര റൂം? ഇന്നിപ്പോൾ തീയതി 25-ാം തീയതിയാണ് എന്ന് വിചാരിച്ചോ. 26-ാം തീയതിക്ക് ഉള്ള ഒരു റിസർവേഷൻ വരിക. അപ്പോൾ 26-ാം തീയതി എത്ര റൂംസ് അവൈലബിലിറ്റി, എത്ര റൂംസ് ഉണ്ട്
നാളത്തേക്ക് കൊടുക്കാൻ ഇത്ര ഡബിൾ റൂം, ഇത്ര സിംഗിൾ റൂം, ഇത്ര സ്വീറ്റ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ ടൈപ്സ് ഓഫ് റൂംസ് ഉണ്ടല്ലോ. അപ്പം അത് എത്ര എണ്ണം നമുക്ക് അവൈലബിൾ ആണ്, അത് ആ കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിയുമ്പോഴേ അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് റിസർവേഷൻ പിന്നെ എടുക്കാനും പറ്റും. അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് റിസർവേഷൻ എടുക്കുന്നത്. ഞാനൊക്കെ ഉള്ള കാലത്ത് അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ അവൈലബിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഞാനൊക്കെ പഠിച്ചു വരുന്ന കാലത്തൊന്നും ഇല്ല. കമ്പ്യൂട്ടറൊക്കെ എന്നാ വന്നത്? ഒരു 85s 90s ജസ്റ്റ് അങ്ങ് തുടങ്ങിയിട്ടുള്ളല്ലോ കമ്പ്യൂട്ടർ. അപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടർ ഉണ്ട്. എന്നാൽ തന്നെയും ഇതുപോലെ ഇന്ന് ഏത് ഹോട്ടൽ സീറ്റ് എന്ന് കഴിഞ്ഞാലും കമ്പ്യൂട്ടറിൻ്റെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ റിസർവേഷൻ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെല്ലാം ടൈപ്സ് ഓഫ് റൂംസ് നമുക്കുണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ എത്ര റൂംസ് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ട്വിൻ ബെഡഡ് റൂം, ഒരു ഗസ്റ്റിന് ട്വിൻ ബെഡഡ് റൂമാണ് വേണ്ടത്, അല്ലാതെ ഒരു ഡബിൾ ബെഡ് അല്ല വേണ്ടത്. അപ്പം ഡബിൾ ബെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടീം വരുമ്പോഴാണ് ഒരു ഡബിൾ ബെഡ് ചോദിക്കുന്നത്. ട്വിൻ ബെഡഡ് റൂം എന്ന് പറയുമ്പോൾ 2 ഫ്രണ്ട്സ് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് 2 ബെഡിലായിട്ട് ട്വിൻ ബെഡാണല്ലോ. ഇപ്പോൾ അത് ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഡബിൾ ബെഡ് ആക്കി എടുക്കാൻ പറ്റും. അത് അപ്പോൾ നമ്മൾ ഈ റിസർവേഷൻ എടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണത്. കാരണം റിസർവേഷൻ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇൻഫോംഡ് ആയിരിക്കണം നമ്മൾ. അപ്പോൾ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ റിസർവേഷൻ ബുക്ക് ചെയ്യുന്ന ഒരാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് നിങ്ങളുടെ താരിഫ് എത്രയാണ്, നിങ്ങളുടെ റൂം റേറ്റ് എത്രയാണ്, നിങ്ങളുടെ പിന്നെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ടൈം എങ്ങനെയാണ്, 12 hours ആണോ 24 hours ആണോ, അതറിയത്തില്ലാത്തവരും കാണും. അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് റിസർവേഷൻ ഉണ്ടോ? എന്താണ് ഗ്യാരണ്ടീഡ് റിസർവേഷൻ? ഗ്യാരണ്ടീഡ് റിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ഉള്ള റൂം ഗ്യാരണ്ടീഡ് ആക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ചെക്ക് ഔട്ട് ടൈം ഉണ്ടല്ലോ പിറ്റേ ദിവസം, അതുവരെ ആ റൂം അവിടെ വെച്ചേക്കണമെന്ന് നിയമമുണ്ട്. വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഓക്കെ, അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്യാരണ്ടീഡ് റിസർവേഷൻ ആണെങ്കിൽ ആ റൂം നമ്മൾ സാധാരണയിൽ ആർക്കും കൊടുക്കില്ല. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഗസ്റ്റ് ഇച്ചിരി താമസിച്ചാൽ വരുന്നെങ്കിലോ, ഉദാഹരണത്തിന് വൈകുന്നേരം 6 മണിക്ക് വരേണ്ട ഗസ്റ്റ് പിന്നെ ഒരു രാത്രി വെളുപ്പിന് 2 മണിക്കാണ് വന്നത്, റൂം അവിടെ ഇല്ല, പിന്നെ എന്ത് ചെയ്യും? പിന്നെ അപ്പോൾ അവിടെ റൂം ഇല്ലെങ്കിൽ അത് വലിയൊരു നാണക്കേടാണ്. ആ ഹോട്ടലിനെ സംബന്ധിച്ചൊരു മൈനസ് പോയിൻ്റാണ്. അതുകൊണ്ട് ആ റൂം നമ്മൾ വെച്ചേക്കും. കാരണം അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നിട്ടുണ്ട്, റൂമിൻ്റെ കംപ്ലീറ്റ് പണവും തന്നിരിക്കുന്ന. അപ്പോൾ നമുക്ക് നഷ്ടമൊന്നും വരുന്നില്ല ഹോട്ടൽ മാനേജ്മെൻറ്റിന്. അപ്പോൾ അത് ചെക്കൗട്ട് ടൈം വരെ വെച്ചിരിക്കണം എന്നുള്ളതാണ് സാധാരണ രീതിയിലുള്ള ഇത്. ഓക്കെ, പിന്നെ ഈ പ്രീ പേയ്മെൻറ്റ് കൂടി ഗ്യാരണ്ടീഡ് റിസർവേഷൻ ചെയ്യാൻ പറ്റും. സാധാരണ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഗ്യാരണ്ടീഡ് റിസർവേഷൻ ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത്. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ്, ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ഉണ്ട്. ഇപ്പോൾ ഒക്കെ അന്നൊക്കെ ക്രെഡിറ്റ് കാർഡുകൾ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് റിസർവേഷൻ ചെയ്യാൻ പറ്റും, അത് ഗ്യാരണ്ടീഡാണ്. പിന്നെ ഈ അഡ്വാൻസ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ഇടാൻ പറ്റും. ഡെപ്പോസിറ്റായിട്ട് നമ്മൾ ഒരു നല്ല എമൗണ്ട് ഡെപ്പോസിറ്റായിട്ട് ഹോട്ടലിന് കൊടുക്കുക. നമ്മൾ പിന്നെ ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു വഴി. പിന്നെ ഉള്ളത് ഈ ട്രാവൽ ഏജൻറ്റ്സ് ഗ്യാരണ്ടീഡ് റിസർവേഷൻസ് ഉണ്ട്. നമുക്കത് വളരെ നല്ല, ഈ ഗ്രൂപ്പ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു ഹോട്ടലിനെ സംബന്ധിച്ച് വളരെ ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഗ്രൂപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. ട്രാവൽ ഏജൻറ്റ്സ് കൊണ്ടുവരുന്ന ഗസ്റ്റുകൾ, ട്രാവൽ ഹൗസസ് വഴി നമുക്കിപ്പം ഒത്തിരിയധികം ട്രാവൽ ഹൗസസ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർ നമുക്ക് നല്ല ഗസ്റ്റുകളെ പ്രദാനം ചെയ്യും. ഒരു മിനിമം 15 പേരാണ് ഒരു ഗ്രൂപ്പിൽ വരേണ്ടത്. അത് 30 പേരാകാം, 45 പേരാകാം, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള റൂംസ് നമുക്ക് വേണം താനും. പക്ഷേ ഈ ട്രാവൽ ഏജൻറ്റ് റിസർവേഷൻ എന്നൊക്കെ പറയുന്ന ഒരു വർഷം മുമ്പിലൊക്കെ തന്നെ നമ്മളത് 6 മാസമെങ്കിലും മുമ്പിലേ നമ്മൾ റിസർവ് ചെയ്തിടുന്നത്. അല്ല പിന്നീട് തക്ക സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും നല്ല സീസണിൻ്റെ ടൈമിലൊന്നും റിസർവേഷൻ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? സീസണിൻ്റെ ടൈമിലൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരത്തെ ഇതെല്ലാം നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇതൊക്കെ ചെയ്തിടണം. പിന്നെ വേറൊരു കോർപ്പറേറ്റിൻ്റെ പിന്നെ ഭാഗത്തു നിന്നുള്ള റിസർവേഷനുണ്ട്.
അതൊരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം വിത്ത് എ ഹോട്ടൽ. കോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാൽ പല ബിസിനസ്സുകാർ, അപ്പോൾ അവർ ഇത്ര റൂം ഞങ്ങൾക്ക് വേണം, അപ്പം ഇത് ഇന്ന ഡേറ്റിൽ അല്ലെങ്കിൽ ഇന്ന വീക്കിൽ ഇത്ര ദിവസത്തേക്ക് ഡേറ്റ് ഫ്രം ആൻഡ് ടു ആ ഒരു ഡേറ്റ് പറഞ്ഞു കൊടുക്കും. ഞങ്ങൾക്കൊരു 10 റൂംസ് ആവശ്യമുണ്ട്. അത് കോർപ്പറേറ്റ് കാര്യത്തിൽ നേരത്തെ ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് വേണമെങ്കിൽ വയ്ക്കാൻ പറ്റും ഹോട്ടലുമായിട്ടേ. അപ്പോൾ ആ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് വെച്ചിട്ട് ആ റൂം ഒരു എടുക്കും. ഓക്കെ, അത് വേറൊരു രീതിയാണ് കേട്ടോ. പിന്നെ ഉള്ളത് നോൺ ഗ്യാരണ്ടീഡ് റിസർവേഷൻ. അത് നോൺ ഗ്യാരണ്ടീഡ് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർവേഷൻ കൊടുക്കുന്നു, നമ്മൾ അഡ്വാൻസ് ഒന്നും കൊടുക്കുന്നില്ല. അവർ പിന്നെ ഈ റൂം ക്യാൻസലേഷൻ അവർ വരെ വെച്ചേക്കും. ഉദാഹരണത്തിന് ഇപ്പം 6 മണി, വൈകുന്നേരം 6 മണിയാണ് 6 PM അല്ലെങ്കിൽ 1800 hours, അതാണ് ക്യാൻസലേഷൻ അവറെങ്കിൽ റിസർവേഷൻ ക്യാൻസലേഷൻ അതുവരെ ആ റൂം അവിടെ വെച്ചേക്കും. അതിനുശേഷം അത് വേറെ ആർക്കെങ്കിലും കൊടുക്കും, അത് അടുത്ത ആൾ വരുന്നവർക്ക് കൊടുക്കും. കാരണം അതിന് ഗ്യാരണ്ടി ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല, പൈസയൊന്നും മുൻകൂർ അടച്ചിട്ടില്ല. അതുകൊണ്ട് അതൊരു ഇത് നമുക്കൊരു ബാധ്യതയില്ല. ഹോട്ടലിനെ സംബന്ധിച്ചുള്ളൊരു യാതൊരു ബാധ്യതയില്ല. നമ്മൾ വെച്ചേക്കും, പക്ഷേ ഈ ക്യാൻസലേഷൻ ഓർമ്മ വരെ മാത്രമേ വെച്ചേക്കുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ആണ് ഈ റിസർവേഷൻ സാധാരണ രീതിയിൽ അതിൻ്റെ ജനറലായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഒരു റിസർവേഷൻ ഇപ്പോൾ ഒരു റിസർവേഷൻ ഏജൻറ്റ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ റിസർവേഷൻ പിന്നെ അസിസ്റ്റൻ്റ് എടുക്കുമ്പോൾ, ഏജൻ്റല്ല അസിസ്റ്റൻ്റ്, അത് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കേണ്ടത്? ഒരു ഗസ്റ്റ് വരുന്നു, അയാളുടെ പേര്, അയാളുടെ പിന്നെ ഏത് ടൈപ്പ് ഓഫ് റൂമാണ് വേണ്ടത്, നമ്പർ ഓഫ് പാക്സ്, നമ്പർ ഓഫ് പേഴ്സൺസ്, എത്ര പേരാണ് വരുന്നത്, അപ്പോൾ എത്ര റൂംസ് വേണമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 10 പേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കപ്പിൾസാണ് വരുന്നത്, അപ്പോൾ 5 റൂംസ്, 5 പിന്നെ ഡബിൾ റൂംസ് എടുക്കാം. ഓക്കെ, അവിടെ ക്ലിയർ ആയില്ലേ? അപ്പോൾ അതുപോലെ കുട്ടികളുണ്ടെങ്കിൽ ചിൽഡ്രൻ ബിലോ 12 ഒക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുള്ളത് സാധാരണ രീതിയിൽ. പിന്നെ എക്സ്ട്രാ ബെഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം ഒരു റിസർവേഷൻ അസിസ്റ്റൻ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഏത് ടൈപ്പ് ഓഫ് റൂം, പിന്നെ അത് ഇന്നത്തെ കാലത്തെല്ലാം വലിയ ഹോട്ടൽസെല്ലാം കംപ്ലീറ്റ് എയർ കണ്ടീഷൻഡ്, സെൻട്രൽ എയർ കണ്ടീഷൻ റൂംസാണ്. അതുകൊണ്ട് നോൺ AC വേണോ AC വേണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പണ്ട് കാലത്തൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു, ഇപ്പോൾ അതൊന്നും വേണ്ട. പിന്നെ അതിൻ്റെ പേയ്മെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറയാം, നിങ്ങളൊരു അഡ്വാൻസ് ആയിട്ട് ഇത്ര രൂപ, അതിൻ്റെ കണക്ക് കൂട്ടി നോക്കിയിട്ട് ഇത്ര രൂപ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണം. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് നിങ്ങൾക്ക് റിസർവേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഗ്യാരണ്ടീഡ് ആയി കഴിഞ്ഞത്. ഇപ്പോൾ 10 റൂംസ്, പിന്നെ അല്ലെങ്കിൽ 5 റൂംസ്, 10 പേര് വരുന്നു, കപ്പിൾസാണ്, 10 പേര് ഒരുമിച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ 5 കപ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള റൂംസ് നമ്മളവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു, പൈസ മേടിച്ചു, പിന്നെ ബാക്കി കാര്യങ്ങളില്ല. പിന്നെ അവർ ചോദിക്കും നിങ്ങൾക്ക് റിസർവേഷൻ പിന്നെ അസിസ്റ്റൻ്റ് ചോദിക്കാനുള്ളത്. പിന്നെ ആ ഹോട്ടലിന് പല പോളിസികൾ കാണും. ഉദാഹരണത്തിന് പിന്നെ AP, MAP, CP, EP. അപ്പം ആ പ്ലാൻ വെച്ച്, അത് പ്ലാൻ എന്നാണ് പറയുന്നത്, ആ പ്ലാൻ അനുസരിച്ച് വേണം. ഇപ്പം AP ആണെന്നുണ്ടെങ്കിൽ പിന്നെ 3 മീൽസും പിന്നെ അക്കോമഡേഷനും കൂടിയാണ് കൊടുക്കുന്നത്. അമേരിക്കൻ പ്ലാൻ എന്നാണ് പറയുന്നത് AP. പിന്നെ MAP എന്ന് പറഞ്ഞാൽ അത് ഈ മോഡിഫൈഡ് അമേരിക്കൻ പ്ലാൻ എന്ന് പറയും. ഈ AP കുറച്ച് മോഡിഫൈ ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ് അതിന് മോഡിഫൈഡ് അമേരിക്കൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 2 മീൽസേ വരുള്ളൂ, ഐദർ ലഞ്ച് ഓർ ഡിന്നർ, പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനോട് കൊടുക്കാം. അത് പിന്നെ അതിന് നമ്മൾ MAP എന്ന് പറയും. പിന്നെ CP, കോണ്ടിനെൻ്റൽ പ്ലാൻ. ആ കോണ്ടിനെൻ്റൽ പ്ലാനിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ, ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ തന്നെ റേറ്റ് കുറയും കേട്ടോ. പിന്നെ ഗസ്റ്റിന് പുറത്ത് പോയി അവർക്ക് കഴിക്കാനുള്ളത് അവർക്ക് കഴിക്കാം, ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഉള്ളത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ EP, യൂറോപ്യൻ പ്ലാൻ. യൂറോപ്യൻ പ്ലാനിലാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് പിന്നെ റൂം മാത്രമേ ഉള്ളൂ, അതിനകത്ത് ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, ആ റൂം മാത്രമായിട്ട് അങ്ങനെ എടുക്കുന്നവരുമുണ്ട്. അപ്പം അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം ഒരു റിസർവേഷൻ പിന്നെ അസിസ്റ്റൻ്റ്. അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഗസ്റ്റിന് ഓക്കെ പറയാൻ പാടുള്ളൂ കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്.
അതുപോലെ നമ്മൾ നല്ല കോൺസെൻട്രേഷൻ വേണം, നല്ല മെമ്മറി വേണം. ഇങ്ങനെയുള്ളവർക്ക് ഈ റിസർവേഷൻ ഇരിക്കുന്നവർക്കൊക്കെ നല്ല മെമ്മറി വേണം, എങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ പ്രധാനമായിട്ട് ഇത്രയാണ് ശരിക്കും ഒരു റിസർവേഷൻ അസിസ്റ്റൻ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നെ അതിനെല്ലാം നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ റിസർവേഷൻ മാനേജറുണ്ട്, ഹെഡായിട്ടിരിക്കുന്ന ആൾ. അത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ നമ്മളത് അതിനുള്ള ആ റിസർവേഷൻ്റെ ഒരു കോഡ് ഉണ്ടാക്കണം. ആ കോഡ് നമ്മളത് ഗസ്റ്റിന് കൊടുക്കുന്നുണ്ട്, ഒരു നമ്പർ കൊടുക്കും, റെഫറൻസ് നമ്പർ. അപ്പോൾ അത് വെച്ചിട്ട് അവർ വരുമ്പോൾ അറൈവ് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ആ കോഡ് പറഞ്ഞാൽ മതി. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും എന്നാണ് ഈ റിസർവേഷൻ എടുത്തിരിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഫർദർ നമുക്കിനി പല കാര്യങ്ങളും ഇനി അറിയാനുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പം സെക്ഷൻസ് വൈസ് ആണെങ്കിൽ ഇപ്പോൾ റിസർവേഷൻ്റെ അറിഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ വേറെ പല സെക്ഷൻസുണ്ട് ഇനിയും ഫ്രണ്ട് ഓഫീസർ, അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇതെല്ലാം കേട്ട് പഠിച്ച് കേട്ടോ, അറിയത്തില്ലാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഞാനുമായിട്ട് ഒന്ന് എനിക്ക് ഒരു സപ്പോർട്ട് തരണം നിങ്ങൾ കേട്ടോ. ഓക്കെ, താങ്ക് യു.